ഇന്നത്തെ വ്ളോഗ് ഒരു വെഡ്ഡിങ് പർച്ചേസിൻ്റെ വീഡിയോ ആണ്. ഇദ്ദേഹത്തിൻ്റെ ആയിരുന്ന കല്യാണം അടുത്ത മാസമാണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ് വീഡിയോ ആണ്. അപ്പം ട്രിവാൻഡ്രത്തെ ഒട്ടുമിക്ക ഷോപ്പിൽ നമ്മളിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസിലായിട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടെ നേരെ പോയി ജയലക്ഷ്മിയിലേക്കാണ്. അവിടെ പോയി കുറച്ച് സാരീസൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പെൺകുട്ടി വരെ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ സാരീസൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. ജയലക്ഷ്മിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്, അതേപോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ മിക്ക പേരും ഞങ്ങളുടെ മിക്ക കല്യാണത്തിനൊക്കെ അവിടെ നിന്നാണ് എടുക്കാറ്. ഓരോരുത്തരും അവരുടേതായ സജഷൻസ് ഒക്കെ പറയുകയാണ്. അപ്പം നിങ്ങൾ ഏതാണ് സാരി എടുത്തതെന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ ഫേസിന് ഒരു വെട്ടം വന്നില്ലേ? ഇതേപ്പം ട്രയൽ ചെയ്ത സെക്കൻഡ് സാരി ഇതാണ്, ബ്ലൂ ആണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ബ്ലൂ ആണ്. ഇമ്പിൾഡ് സാധനമുണ്ടോ, പക്ഷെ അത് കൊള്ളില്ല. കേട്ടോ പറയുമ്പോൾ ഇതെന്നെ സെലക്ട് ചെയ്തല്ലേ, പക്ഷെ മോസ്റ്റ് ആ ഒരു വ്യക്തമാണ്. അത് ലൈറ്റ് അടിക്കുമ്പോൾ കിട്ടും, എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടി. ചേട്ടനല്ലേ ഇവൻ ജയിലിലായിരുന്നു. നിങ്ങൾക്ക് ഏകദേശം ഒരു ഗസ് കിട്ടിക്കാണോ ഏതാണെന്ന്? ഇതാണ് ഗൈസ് കല്യാണം പോയി. നല്ല ചിരി കണ്ട, ടെൻഷനൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് പെൺകുട്ടി. പുള്ളി ആകെ കൺഫ്യൂഷനാണ് ഏതെടുക്കുമെന്ന്. പെൺകുട്ടിക്ക് ഒരു ഇത്ര കൺഫ്യൂഷൻ കാണൂല. ഇങ്ങനെ പറയണോ പറയണം, അങ്ങനെ പറയാതെ. പരിചയപ്പെടുത്തിയില്ലേ അതിൻ്റെ അകത്ത്? എന്താണ് എൻ്റെ ചേട്ടൻ. എങ്ങോട്ടാണ് പോണേ? അതെ ഗൈസ്, അടുത്ത നമ്മൾ പോത്തീസിലേക്കാണ്. റിസപ്ഷൻ അത് കൊടുക്കണം, മറ്റേത് നോക്കണം. പെണ്ണില്ലേ കെട്ട് എടുക്കാൻ പോകും. എനിക്ക് എപ്പോഴും യോയോ അത് കൊള്ളൂല. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ചേട്ടാ ഇഷ്ടപ്പെട്ടു? ഞാനൊന്നും പറയുന്നില്ല. ഇത് ഇനി അടുത്ത വ്ലോഗ് ആക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എത്ര പേർക്കറിയാം പോത്തീസിൽ ഈ ഒരു 6 മണി സമയമൊക്കെ ആകുമ്പോൾ കേസരി കൊടുക്കുമെന്ന്? നമ്മളിതാ കേസരി കഴിക്കാൻ വേണ്ടിയുള്ള ക്യൂവിലാണ് ഇതായി നിൽക്കുന്നത്.